സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ ശേഷം സംവിധായകൻ രഞ്ജിത്ത് എന്തിനാണ് നടിയെ ഫോണിൽ വിളിച്ചത്? അതിജീവിത പോലീസിൽ പരാതി നൽകാതിരിക്കാൻ ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിജീവിതയെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ യുവതി ഫോൺ എടുത്തില്ല. ജയിലിൽ കഴിയുന്ന രഞ്ജിത്തിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും പോലീസ് പറയുന്നു. രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. സെറ്റിലുണ്ടായിരുന്ന ചിലർക്കൊക്കെ അതിക്രമം നടന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ഇവരിൽ നിന്നും മൊഴിയെടുക്കൽ തുടരുകയാണ്. രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചോ, ആരെങ്കിലും സഹായിച്ചോ എന്നതിലും അന്വേഷണം നടക്കുന്നു. സെറ്റിലുള്ള ആൾക്കാരറിയും. ഏതെങ്കിലും അവിടെ ഏകദേശം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു കുറേ സമയം വേറെ ട്രീറ്റ്മെൻറ്റൊക്കെ ബാക്കിയൊക്കെ പോയെങ്കിൽ കുറച്ച് എല്ലാവർക്കും അറിയും. പ്രതി സഹകരിക്കുന്നതുകൊണ്ട് പിന്നെ ഇന്നും കുറച്ചുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടും. കാരവാനിൽ വെച്ച് അതിക്രമമുണ്ടായ അന്ന് തന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ യുവതി ഫോൺ എടുത്തില്ല. സെറ്റിൽ നിന്നും പോയതിനാൽ തിരിച്ചു വിളിക്കാനാകും ആ ഫോൺ കോൾ എന്ന് കരുതുന്നുവെന്ന് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥ. നമ്മൾ അവരെ വിളിപ്പിക്കും. അവരെ ഇപ്പം നമ്മൾ ബാക്കി കുറച്ച് പേരെ വിളിപ്പിക്കാനുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അവരെ വിളിപ്പിക്കും. ഫോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. ജനുവരിയിൽ നടന്ന സംഭവത്തിൽ പരാതി നൽകുവാൻ യുവതി വൈകിയതിനാൽ അസ്വാഭാവികത ഇല്ലെന്നും അതിജീവിതയുടെ താൽപര്യമാണ് എപ്പോൾ എങ്ങനെ പരാതി നൽകണമെന്നതെന്നും DCP പറഞ്ഞു. അതിജീവിതയുടെ പേര് സമൂഹമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രഞ്ജിത്തിന് ജാമ്യം നൽകണമെന്ന് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടും. പ്രതിയെ ലൈംഗികാതിക്രമം നടത്തിയ കാരവാനിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.